ഫേസ്ബുക്ക് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ ഉത്രാട ദിനമാണ്. നമുക്ക് മുറ്റത്ത് പൂക്കളമൊക്കെ പകുതി മുക്കാലും ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് എളുപ്പമായി. രാവിലെ അടുക്കളയിലെ കുറച്ച് ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഞാനും അതിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയൊരു കുഞ്ഞി പൂക്കളം നമുക്ക് കാണാം അല്ലേ. വാ. അങ്ങനെ നമ്മുടെ പൂക്കളത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രേംജിക്കാണ്. എനിക്ക് വീഡിയോക്ക് പോസ് ചെയ്യാമെന്നല്ലാതെ ഇതൊക്കെ ഞാൻ കുളവാക്കി തരുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ നായ്ക്കളുടെ സൗണ്ടും, തൊട്ടിപ്പുറം നമ്മുടെ ഇവിടെ ഒരു വീടിന്റെ പണി നടക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഭായിമാരുണ്ട്. ഉത്രാടം തിരുവോണം അവർക്ക് ഓഫില്ലാന്ന് തോന്നുന്നു. അവർക്ക് പണിക്കാശുണ്ട്. എന്തൊക്കെയായി എല്ലാവരുടെയും ഓണപരിപാടികളൊക്കെ? ഇന്ന് ഉത്രാടമായിട്ട് നമുക്ക് ഇന്നിപ്പോ രാവിലെ മഴ ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു. അതൊന്നും ഇല്ല എങ്കിൽ വൈകിട്ട് ചിലപ്പോ നമ്മുടെ അവിടെ ജംഗ്ഷനിൽ ഇന്ന് പുലികളിയും ചിങ്കാരിമേളം ഘോഷയാത്രയൊക്കെ ഉണ്ട്. നമുക്ക് വൈകിട്ട് അതൊക്കെ കാണാനായിട്ട് പോവാം. ഇത്ര കറക്റ്റ് അല്ലേ? അത്തം വെളുത്താൽ ഓണം കറക്കുന്ന് പറയണേ. അത്തത്തിന്റെ അന്ന് നല്ല വെയിലായിരുന്നു. അപ്പോഴേ വിചാരിച്ചു. പൂക്കൾ എന്തായാലും അല്ലാതെ വാങ്ങേണ്ടി വന്നില്ല. എൻ്റെ കോളേജിലെ ഓണാഘോഷത്തിന്റെ ബാക്കിയും പ്രേമിന്റെ ഓഫീസിലെ ഓണാഘോഷത്തിന്റെ ബാക്കിയും കൂടി ആയപ്പോഴേക്കും പൂ ധാരാളം കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്രാട പൂക്കളം. നാളേക്ക് നമുക്ക് പൂവ് മാറ്റാനുള്ള ഒരു ചടങ്ങുണ്ടല്ലോ. നാളേക്കെന്ന് വെച്ചാൽ ഇന്ന് തന്നെ നമ്മൾ വൈകിട്ടാകുമ്പോൾ അത് മാറ്റി ഒരു തുളസിക്കതിരും അതിന് മുകളിൽ കുറച്ച് തുമ്പയും വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേരിന് നമ്മുടെ സാധാരണ നമ്മൾ ഇത്രയും ദിവസം ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ പൂത്തറയിൽ ചെറിയൊരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉത്രാട ദിന പൂക്കളം. ക്രേസി കപ്പിൾസ് വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പൂക്കളെ ഇഷ്ടമായോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അപ്പൊ സമയം 10 മണി കഴിഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു. ഇനി അത് കഴിച്ചിട്ടില്ല. വിശക്കുന്നുണ്ട്. നമുക്ക് കഴിക്കാം. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നിട്ട് ഒരു രക്ഷയില്ലാതായി. പിന്നെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഓട്സ് കൊണ്ട് ഒരു ഉപ്പുമാവും അതുപോലെ പഴം നുറുക്കിയത്, പഴം വേവിച്ചു, ഇത്തിരി കടുമാങ്ങയും കൂട്ടി കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാട ദിനാശംസകൾ.